ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കാരുണ്യവഴി ശുശ്രൂഷയുടെ 19ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ കരുണയെ ധ്യാനിച്ച് ഈശോയുടെ പീഡാസഹനങ്ങളെ ധ്യാനപൂർവം പ്രാർത്ഥനയാക്കി നമുക്ക് തിരിച്ചറിവുകൾ സ്വീകരിച്ച് നമ്മൾ നടത്തുന്ന പുണ്യയാത്രയാണ് കാരുണ്യവഴി. ഭക്തിയോടെയും ശ്രദ്ധയോടെയും ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുക്കാം. എന്നെ അത്ഭുതപ്പെടുത്തിയ ചിലർ വളരെ പ്രായമുള്ളവർ, റിട്ടയർഡ് ഹാൻഡ്സാണ്, ടീച്ചേഴ്സൊക്കെ വളരെ പ്രായമുള്ളവർ. അവർ വിളിച്ചിട്ട് പറയുന്നത് വെച്ചാൽ എല്ലാ ടോക്കും ഞങ്ങൾ എഴുതിയെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. കാരണം 70, 75, 80 പ്രായമുള്ള ടീച്ചേഴ്സ് അവരിനി ആർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എഴുതിയെടുക്കുന്നതാണ്. ആർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയൊന്നും അല്ല, പക്ഷേ അതൊരു സാറ്റിസ്ഫാക്ഷനാണ്. അത് അവരോട് തന്നെ പുലർത്തുന്നൊരു നിർബന്ധമാണ്. അത്തരം ചില ശാഠ്യങ്ങൾ നമുക്ക് ഉണ്ടാകണം. എല്ലാം ഇങ്ങനെ കേട്ട് തെറിച്ച് പോകാതെ ഒന്ന് കുറിച്ചിടാനുള്ള ഒരു തീരുമാനം നമുക്ക് ഉണ്ടാകണം. ചിലപ്പോഴൊക്കെ ഇങ്ങനെ ധ്യാനമൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ സങ്കടം വരും. ചില കാഴ്ചകൾ കാണുമ്പോൾ വലിയ ജനാവലി ഉണ്ടായിരിക്കും കേൾക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇങ്ങനെ കാഴ്ചക്കാരെ കണക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ തലയാട്ടി സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത്ഭുതം, ഈ 1 മണിക്കൂർ 2 മണിക്കൂർ നീണ്ട പ്രഭാഷണം ഇത് കഴിയുമ്പോൾ കേൾക്കുമ്പോൾ എല്ലാം മനസ്സിലാവും. ഇത് കഴിയുമ്പോൾ വലത് വിറയിൽ ഉണ്ടാവുമോ? ഒരു ചെറിയ തുണ്ട് കടലാസയിൽ ഒരു വേനയെടുത്ത് ഒന്ന് കുറിച്ചിട്ടാൽ എന്ത് നഷ്ടമാണ്? അത് ചെയ്യാത്തത് നമുക്കുള്ള അപകടമാണ്. ആ ഡിസ്പോസിഷൻ നമ്മളിൽ നിന്നുണ്ടാകണം. അങ്ങനെ ഒരു താല്പര്യം നമ്മളിൽ നിന്ന് ഉണ്ടാകണം. ഇന്നത്തെ കാരുണ്യ വഴി നിങ്ങളിപ്പോൾ ടി വിയിൽ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നെ കേൾക്കുന്നത് കൂടുതലും അമ്മമാരാകാനാണ് സാധ്യത. കാരണം ഇതൊരു ദൈർഘ്യമുള്ള ശുശ്രൂഷയായതുകൊണ്ട് കൂടുതലും ശ്രോതാക്കൾ അമ്മമാരാകാനാണ് സാധ്യത. ചില വീടുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചിരുന്ന് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്, കുടുംബം ഒരുമിച്ചിരുന്ന് പങ്കെടുക്കുന്നവരുണ്ട് എന്നൊക്കെ അറിഞ്ഞു. എന്നാലും ഇന്നത്തെ ശുശ്രൂഷയിൽ നിർബന്ധമായും എല്ലാ അപ്പന്മാരും പങ്കെടുക്കണം. ഇന്നത്തെ ശുശ്രൂഷയിൽ അത് ചേട്ടത്തിമാർ വേണ്ട ശ്രദ്ധ എടുത്തിട്ട് പിടിച്ചിരുത്ത്. അല്പനേരം ഞാൻ സമയം തരാം, അവരെ വിളിച്ചിരുത്ത്. ഇവിടെ വന്നിരുന്നേ, അച്ഛൻ പറയുന്ന കേട്ടില്ലേ, എന്തോ നിങ്ങളെക്കുറിച്ച് എന്തോ പറയാനുണ്ട് അച്ഛന് എന്ന് പറഞ്ഞ് അവരെ വിളിച്ചിരുത്ത്. ഇനിയിപ്പോൾ മൊബൈലിൽ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നിർബന്ധമായും കുടുംബനാഥന്മാർക്ക് ഈ ലിങ്ക് എത്തിക്കണം. അവരെ ഇത് കാണാൻ പ്രേരിപ്പിക്കണം. അവർ കണ്ടില്ലെങ്കിൽ അവരുടെ അടുത്തിരുന്ന് അത് പ്ലേ ചെയ്ത് അവരെ കേൾപ്പിക്കണം. കാരണം ഇന്ന് നമ്മൾ അപ്പന്മാരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 21-ാം വാക്യം ബൈബിൾ എടുക്കാം, അടയാളപ്പെടുത്തും. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 21-ാം വാക്യം ഇങ്ങനെയാണ്: അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ കിറേനാക്കാരൻ ശിമയോൻ നാട്ടിൻ പുറത്തുനിന്ന് വന്ന് അതിലേക്ക് കടന്നു പോവുകയായിരുന്നു. യേശുവിൻ്റെ കുരിശു ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു. നമുക്കറിയാവുന്ന രംഗമാണിത്. ഈശോയുടെ കുരിശു ചുമന്ന ശിമയോൻ. കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ നമ്മൾ ആഘോഷമായിട്ട് ചൊല്ലുന്ന ഒരു സ്ഥലമാണിത്. കൗറീൻകാരൻ ശിമയോൻ, അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ ശിമയോൻ എന്നൊക്കെ നമ്മൾ നല്ല താളത്തിലും ഇമ്പത്തിലുമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. എനിക്കൊരു ചോദ്യമുണ്ട് നിങ്ങളോട്. അതായത് ഉദാഹരണത്തിന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പൻ്റെ പേര് തോമാച്ചൻ എന്നാണെന്ന് വിചാരിക്കുക. തോമാച്ചൻ എന്നാണ്. ഈ തോമാച്ചൻ അച്ചായൻ്റെ മകൻ്റെ പേര് ബെന്നി. അപ്പോൾ ഈ തോമാച്ചൻ അച്ചായൻ കവലിലോട്ട് ഇറങ്ങുമ്പോൾ ഒരാൾ പരിചയപ്പെടുത്തുകയാണ്, ഈ പോകുന്നത് നമ്മുടെ ബെന്നിയുടെ അപ്പൻ തോമാച്ചനാണ് എന്ന് പറയണമെങ്കിൽ കേൾക്കുന്നവർക്ക് നിശ്ചയമായിട്ടും ആദ്യം ആരെ അറിയണം? ബെന്നിയെ അറിയണം. ഇത് ബെന്നിയുടെ അപ്പൻ ശിമയോൻ എന്ന് പറയുമ്പോൾ കേൾവിക്കാരൻ ഉറപ്പായിട്ട് ബെന്നിയെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണല്ലോ അങ്ങനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ കൗറീൻകാരനായ ശിമയോൻ അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായിരുന്നുവെന്ന് ബൈബിളിൽ കിടക്കുന്നു. കുരിശിൻ്റെ വഴി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം വരുന്നുണ്ട്: ആരാണ് അലക്സാണ്ടറും റൂഫസും? നിങ്ങൾ ഉത്തരം പറ. കാലം കുറേ ആയില്ലേ കുരിശിൻ്റെ വഴി ചെല്ലാൻ തുടങ്ങിയിട്ട്? ഭയങ്കര കാര്യമായിട്ട് ചെല്ലുന്നുണ്ടല്ലോ അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ ശിമയോനെന്ന്. ആരാണ് അലക്സാണ്ടറും റൂഫസും? വീട്ടിനകത്ത് ഉത്തരം പറയാനുള്ള അവസരമുണ്ട്. ഒരല്പനേരം സമയമെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം. ഞാൻ ഇരുന്ന പള്ളികളിലുള്ളവർക്ക് ഇത് പറയാൻ പറ്റും, കാരണം അവരെ ഇത് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. എല്ലാ പള്ളികളിലും ഇത് പറഞ്ഞിട്ടുള്ള ആശയമാണ്. ഇത് കുറച്ച് കാലമായിട്ട് ഞാൻ ഇടയ്ക്ക് പറയാറുള്ള ചിന്തയാണിത്. അലക്സാണ്ടറും റൂഫസും ആദിമസഭയിലെ സുവിശേഷ പ്രഘോഷകരാണ്.
അപ്പം മർക്കോസ് സുവിശേഷം എഴുതിയപ്പോൾ ഈ വായനക്കാരനോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്ത്? നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അലക്സാണ്ടറും റൂഫസും ഇല്ലേ, ആ അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും അപ്പനായ ശിമയോനാണ് അന്ന് കുരിശെടുത്തതെന്ന്. ഇത് വായനക്കാരൻ എളുപ്പത്തിൽ മനസ്സിലാകും, അവർക്കൊരു സംശയമില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അഡീഷൻ, അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ ശിമയോൻ എന്ന സൂചന. ഇതിനകത്ത് വേറെ ഒരു ചിന്ത കിടപ്പുണ്ട്. തിരിച്ച് ചിന്തിച്ചേ. ഇപ്പം നമ്മൾ കാണുന്ന അലക്സാണ്ടറും റൂഫസും സുവിശേഷ പ്രഘോഷകർ, അവരുടെ അപ്പനാണ് ശിമയോൻ, ആ ശിമയോനാണ് കുരിശെടുത്തത്. റിവേഴ്സ് പാറ്റേൺ ചിന്തിച്ച് നോക്കിക്കേ. അപ്പോഴാണ് ഒരു തിരിച്ചറിവും ഒരു വെളിപാടും നമുക്ക് കിട്ടുന്നത്. എന്താ തിരിച്ചറിവ്? അപ്പൻ കർത്താവിൻ്റെ കുരിശെടുത്താൽ, അപ്പൻ കർത്താവിൻ്റെ സ്ലീവാപാതയിൽ നടന്നാൽ പിന്നെ മക്കൾ വേറെ എങ്ങോട്ടും പോകില്ല, കർത്താവിൻ്റെ വഴിയെ നടക്കും. അപ്പൻ കർത്താവിൻ്റെ കുരിശെടുത്ത് ഈശോ തമ്പുരാൻ്റെ സ്ലീവാപാതയിൽ കുരിശിൻ്റെ വഴിയെ നടന്നാൽ പിന്നെ അലക്സാണ്ടറിനും റൂഫസിനും വേറെ ഓപ്ഷനില്ല, അവർ കർത്താവിൻ്റെ വഴിയെ തന്നെ നടക്കും. അതല്ലേ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള അപ്പന്മാരെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം, നിങ്ങൾ തല്ലിപ്പഠിപ്പിക്കുന്ന കാര്യം, നിങ്ങൾ കൽപ്പിക്കുന്ന ആജ്ഞാപിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾ മറന്നു പോകും. ഒരു വേള അതുങ്ങൾക്ക് ബലമില്ലാത്തൊരു കാലത്ത്, നിങ്ങൾക്ക് ബലമുള്ളൊരു കാലത്ത് അനുസരിക്കുന്നത് പോലെ അഭിനയിക്കുമായിരിക്കും. പക്ഷെ അതെല്ലാം അവർ സൗകര്യപൂർവ്വം കളയും. പക്ഷേ നിങ്ങൾ ജീവിച്ച് കാണിച്ചത് അതുപോലെ നിങ്ങളുടെ പിള്ളേർ ജീവിക്കും. അപ്പോൾ നിങ്ങളുടെ പിള്ളേർ എങ്ങനെ വളർന്നു വരുമെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചൊല്ലിക്കൊടുത്തു എന്നല്ല നോക്കേണ്ടത്, നിങ്ങൾ എന്ത് ജീവിച്ച് കാണിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ ജീവിച്ചത് നിങ്ങളുടെ മക്കൾ ആവർത്തിക്കും. അതിപ്പോൾ മുതിർന്ന തലമുറയെ ചിന്തിച്ചാൽ മതി. നമ്മൾ വളർന്നു വരുംതോറും നമ്മുടെ അപ്പനായിക്കൊണ്ടിരിക്കുക. അത് കാഴ്ചയും മാത്രമല്ല, സ്വഭാവത്തിൽ, ഇഷ്ടങ്ങളിൽ, രുചിയിൽ, ശീലങ്ങളിൽ ഒക്കെ നമ്മൾ മറ്റൊരു അപ്പനായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അപ്പൻ്റെ റെപ്പറ്റീഷനായിട്ട്, അപ്പൻ്റെ ആവർത്തനമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൻ ചെയ്യുന്നതാണ്, അപ്പൻ പറയുന്നതല്ല, അപ്പൻ ചെയ്യുന്നതാണ് മക്കൾ ചെയ്യുന്നത് എന്നോർത്തേക്കാണ്. ഇത് ഈശോ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ. ഇത് ഈശോ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവനവൻ്റെ സ്വർഗീയ പിതാവിനെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം എടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യം. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അപ്പൻ എന്ത് ചെയ്യുന്നോ അത് തന്നെ ഞാനും ചെയ്യും. അപ്പൻ ചെയ്യുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പൻ ചെയ്യുന്നത് ഞാൻ ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഭൂമിയിലെ പിതൃപുത്ര ബന്ധം, പിതൃപുത്രി ബന്ധം ഇത്രയേ ഉള്ളൂ. അപ്പൻ ചെയ്യുന്നത്, പറയുന്നതല്ല, അപ്പൻ ചെയ്യുന്നത് മക്കൾ റിപ്പീറ്റ് ചെയ്യും. ഇത് തന്നെയാണ് ഭൂമിയിലെ വളർത്ത പിതാവിൻ്റെ കാര്യത്തിലും ഈശോ ചെയ്തത്. യൗസേപ്പ് പിതാവ് എന്ത് ചെയ്ത് കാണിച്ചോ അത് ഈശോ ആവർത്തിച്ചു. മറിയമെന്ന വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിക്ക് അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് അവളെ കൈവിട്ട് കളയാതെ, യഹൂദ നിയമങ്ങളുടെ കല്ലേറുകൾക്ക് വിട്ടുകൊടുക്കാതെ കനിവോടെ അവളെ പൊതിഞ്ഞു പിടിച്ചില്ലേ യൗസേപ്പ്? ആ യൗസേപ്പിനെ, ആ അപ്പനെ കണ്ടല്ലേ ഈശോ വളർന്നു വന്നേ. അപ്പം എന്ത് പറ്റി? അവൻ്റെ മുമ്പിലേക്ക്, ഈശോയുടെ മുമ്പിലേക്ക് ഒരു പെൺകുട്ടിയെ യഹൂദ നിയമം വലിച്ചെറിയുന്നുണ്ട്, കല്ലേറുകളും ആക്രോശങ്ങളും മുഴക്കിയിട്ട്. അപ്പോൾ ഈശോ എന്താ ചെയ്തേ? ഈശോ ഒരു വര വരച്ചു. ഈശോ ഒരു എഴുത്തെഴുതി അവിടെ, നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. ഈ പല ചിന്തകളുണ്ടേ. ഈശോ എന്താണ് കുനിഞ്ഞിരുന്ന് നിലത്തെഴുതിയത് എന്നതിനെക്കുറിച്ച് ടെക്സ്റ്റുവൽ എവിഡൻസ് ഒന്നുമില്ല, അത് സമ്മതിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ ഭാഷ്യമാണ്. ചിലർ പറയുന്നത് വന്നവരുടെ പാപങ്ങളാണ് എഴുതിയത് എന്നുള്ള വ്യാഖ്യാനം ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ എഴുതിയിരുന്നെങ്കിൽ കർത്താവിൻ്റെ ചൂണ്ടുവിരൽ തേഞ്ഞു പോയേനെ, വന്നവരുടെ പാപങ്ങളൊക്കെയാണ് എഴുതിയിരുന്നതെങ്കിൽ. വേറൊരു ചിന്ത നമുക്ക് ചിന്തിക്കാവുന്നത്, വേണമെങ്കിൽ ഈശോ കുനിഞ്ഞിരുന്ന് നിലത്തെഴുതിയത് യൗസേപ്പെന്നാകാം. എന്താ കാര്യം? ഈശോയ്ക്ക് പെട്ടെന്ന് യൗസേപ്പിനെ ഓർമ്മ വന്നു. എൻ്റെ അപ്പൻ എന്താ ചെയ്തേ? എൻ്റെ അമ്മ ഇങ്ങനെ കിടക്കേണ്ടിയിരുന്നതാണ്.
വിവാഹ നിശ്ചയം കഴിഞ്ഞ് കല്യാണത്തിന് മുമ്പേ ഗർഭം പേറിയവൾ മറിയം ഇങ്ങനെ കിടക്കേണ്ടിയിരുന്നതായിരുന്നു. യഹൂദ നിയമം കല്ലെറിഞ്ഞ് കൊന്നേനെ. പക്ഷേ യൗസേപ്പ് തീരുമാനിച്ചു, അവളെ പൊതിഞ്ഞു പിടിക്കാം. ആ അപ്പൻ്റെ മകനാണ് ഞാൻ, ആ അപ്പൻ വളർത്തിയ കൊച്ചാണ് ഞാൻ. അപ്പം ഞാനും എൻ്റെ അപ്പനോളം വളരണം, അപ്പൻ ചെയ്തത് ആവർത്തിക്കണം. കനിവോടെ അവൾക്ക് വേണ്ടി സംരക്ഷണത്തിൻ്റെ വലയം തീർത്തു ഈശോ. അപ്പൻ ചെയ്യുന്നത് മക്കൾ ആവർത്തിക്കും. അപ്പോൾ സ്വർഗീയ പിതാവ് ചെയ്തത് ഈശോ ആവർത്തിച്ചു, ഭൂമിയിലെ അപ്പൻ്റെ ശൈലി ഈശോ ആവർത്തിച്ചു. അപ്പം നമുക്കുള്ള പാഠം, എൻ്റെ പ്രിയമുള്ള അപ്പന്മാരെ, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചല്ലേ നമ്മുടെ കൺസേൺസ് ഒക്കെ, നമ്മൾ ഈ പാടുപെടുന്നതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ, അവർ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടല്ലേ. അമ്മമാരെ തൽക്കാലം നമുക്കിന്ന് വെറുതെ വിടാം. കാരണം പാവങ്ങൾ അതുങ്ങൾ കിടന്ന് കഷ്ടപ്പെടുക പിള്ളേരെ നേരെ നിർത്താൻ വേണ്ടി, വളർത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അവർ പറഞ്ഞാൽ നമുക്കറിയാം ഇത്രയ്ക്കൊക്കെ പിള്ളേർ വിലക്കെടുക്കൂ. അപ്പൻ പറഞ്ഞാൽ പിന്നെ പിള്ളേർ അനങ്ങില്ല. അതുകൊണ്ട് അപ്പന്മാരെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണ്ടൻറ്റ് ഇന്ന് ഷെയർ ചെയ്യാനുള്ള കാര്യം. ഈ കൗറിയൻകാരൻ ഷിമയോൻ, മക്കളുടെ പേര് അലക്സാണ്ടർ റൂഫസ്, റിവേഴ്സ് ഓർഡറിൽ ചിന്തിച്ചു, അത്രയൊക്കെ പറയാനുള്ളൂ. പക്ഷെ ഒരു 5 കാര്യങ്ങൾ ഞാൻ പ്രാക്ടിക്കലായിട്ട് അപ്പന്മാരെ ഇന്ന് പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. കുറഞ്ഞ പക്ഷം നോമ്പുകാലത്തെങ്കിലും ചെയ്യാമെങ്കിൽ നല്ല കാര്യം. നോമ്പുകാലത്തെങ്കിലും അപ്പന്മാർ ചെയ്യാമെങ്കിൽ നല്ല കാര്യം. അപ്പോൾ അത് കാരണം നമ്മളിത് ചിന്തിച്ചു പോയിട്ട് കാര്യമില്ല, ഇത് പ്രാക്ടിക്കൽ സൈഡിലേക്ക് കൊണ്ടുവരണ്ടേ, അതിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഒന്നാമത്തെ കാര്യം, സന്ധ്യാപ്രാർത്ഥന. ഇന്ന് ദിവസം മാർച്ച് 10-ാം തീയതിയാണ്. ഇന്നു മുതൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കുടുംബാംഗങ്ങളെ വിളിക്കേണ്ടത് വീട്ടിലെ അപ്പൻ്റെ ഉത്തരവാദിത്വമാണ്. ഇന്നു മുതൽ ഈ നോമ്പ് തീരുന്നത് വരെ അപ്പന്മാരെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഈ വീട്ടിലെ അമ്മച്ചിയല്ലേ ഈ കിടന്ന് വിളിച്ചു കൂട്ടുന്ന എല്ലാവരെയും, വായോ പ്രാർത്ഥിക്കാൻ സമയമായി, സമയം പോകുന്നേ, വന്നേ പ്രാർത്ഥിക്കാം എന്ന് പറയുന്നത്. ഈ അമ്മ ഇത് എത്ര കിടന്ന് പറഞ്ഞാലും പിള്ളേർ അമ്മയ്ക്ക് പറയാൻ പണിയൊന്നുമില്ല, അമ്മയ്ക്ക് ഇത് തന്നെ തൊഴിൽ എന്ന് പറയും. ഒരു ദിവസം അപ്പം പറയട്ടെ, പിള്ളേർ ഞെട്ടി ആ ഫോണൊക്കെ അവിടെ വെച്ച്, പുസ്തകമൊക്കെ അടച്ചു വെച്ച്, TV റിമോട്ട് എടുത്ത് ഓഫ് ചെയ്ത് ഓടി വന്നിരിക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ മാർച്ച് 10 മുതൽ ഈസ്റ്റർ വരെ അപ്പന്മാരെ ഏൽപ്പിക്കുകയാണ്. കുരിശു വരയ്ക്ക് കുടുംബത്തെ വിളിച്ചിരുത്തണം. അപ്പൻ വിളിച്ചാൽ ആർക്കാ വരാതിരിക്കാൻ പറ്റുന്നത്? ഏത് കൊച്ചിനാണ് ഒഴുകഴിവ് പറയാൻ പറ്റുന്നത്? ഇതെൻ്റെ ദൈവം എന്നെ സഹായിച്ച് എൻ്റെ അധ്വാനത്തിന് ഫലം തന്ന് ഞാൻ പണിതുയർത്തിയ വീടാണ്. ഈ വീടിനകത്ത് ഇന്ന സമയത്ത് കുരിശ് വരയ്ക്കണമെന്നുള്ളത് എൻ്റെ തീരുമാനമാണ് എന്നൊരപ്പൻ പറഞ്ഞാൽ ആ തീരുമാനത്തെ അനുസരിക്കാതിരിക്കാൻ വീട്ടിൽ ആർക്കാ പറ്റുന്നത്? അതുകൊണ്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വീട്ടിലെ അപ്പന്മാർ മുൻകൈ എടുക്കട്ടെ. അതുകൊണ്ട് ഇന്ന് മുതൽ അമ്മമാരെ നിങ്ങൾ ആരെയും വിളിക്കണ്ട. ഇനി അപ്പൻ മറന്നു പോയാൽ പതുക്കെ പോയി തോണ്ടിയേക്കണം. മനുഷ്യ, അച്ഛൻ പറഞ്ഞതാണ്, വിളിക്കുക, നിങ്ങൾ വിളിക്കില്ലാരെയും, ഞാൻ വിളിക്കില്ല, നിങ്ങൾ വിളിക്കുക എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ച് വിളിച്ചു കൂട്ടണം. സന്ധ്യാപ്രാർത്ഥന അപ്പന്മാരെ ഏൽപ്പിക്കുന്നു. 2, കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ കാണാൻ കഴിയാതെ പോകുന്നൊരു കാഴ്ച പറയട്ടെ. ചില വീടുകളിൽ കണ്ടിട്ടുണ്ട്, എന്നാലും ബഹുഭൂരിപക്ഷം നമ്മുടെ കുടുംബങ്ങളിലും കുഞ്ഞുങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച ഞാൻ പറയാം. എന്താ കാഴ്ച എന്നറിയാമോ? അപ്പൻ ബൈബിള് വായിക്കുന്ന കാഴ്ച പിള്ളേർ കണ്ടിട്ടില്ല. പല പിള്ളേരോട് ചോദിച്ചാൽ മതി, അപ്പൻ ബൈബിൾ എടുത്ത് വീട്ടുകാരെല്ലാം കേൾക്കെ ഉറക്ക വായിക്കുന്ന കാഴ്ച ഇതുവരെ പിള്ളേർ കണ്ടിട്ടില്ല. കാരണം എന്താ? കുരിശ് വരെ കഴിയുമ്പോഴേ ചാരുകസരിയിൽ നിന്ന് അപ്പൻ ആജ്ഞാപിക്കും, എടാ ബൈബിൾ വായിക്കടാ. ഈ ചെറുക്കൻ ഇത് പ്രാഗിയും പള്ളു പറഞ്ഞും കഷ്ടപ്പെട്ട് ഈ ബൈബിൾ വായിക്കും. ഇവന് ഒറ്റ ആഗ്രഹമുള്ളൂ, ഞാനും വളരും, വലുതാകും, എനിക്കും പെണ്ണ് കിട്ടും, എനിക്കും പിള്ളേരുണ്ടാകും, അന്ന് ഞാൻ പറയും എടാ ബൈബിൾ വായിക്കടാ എന്ന് പറയും. ഇത് ഞാൻ കൈമാറും. എന്തിനാ ഈ കൽപ്പന? റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ ബൈബിൾ വായിച്ചോന്നേ. ഒരു ദിവസം അപ്പം വായിക്കുന്ന പിള്ളേർ കാണട്ടെ. അല്പം അക്ഷരത്തെറ്റൊക്കെ ഉണ്ടാകും, നമ്മൾ പ്രായമൊക്കെ ആയി, കണ്ണൊന്നും പഴയതുപോലെ പിടിക്കുന്നില്ല, അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ അക്ഷരമൊന്നും അത്ര അറിയണമെന്നില്ല, തെറ്റിപ്പൊക്കോട്ടെ. എന്നാലും അപ്പൻ ബൈബിൾ വായിക്കണം. ഞാനിത് പറഞ്ഞതുകൊണ്ട് ഇത് ഇനിഷ്യേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം ആഗ്രഹിച്ചിട്ട് ബൈബിൾ വായിക്കാൻ പോയ പിള്ളേർ ചിരിക്കും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ഉത്തരവാദിത്തം എനിക്കല്ലേ, ഏറ്റെടുക്കുക. ഒരു ദിവസം അപ്പൻ വായിക്കട്ടെ, ഒരു ദിവസം അമ്മ വായിക്കട്ടെ, അടുത്ത ദിവസം മൂത്ത ചെറുക്കൻ വായിക്കട്ടെ, അടുത്ത ദിവസം ഇളയ കൊച്ചു വായിക്കട്ടെ. മതി, നല്ല കാര്യം. ഇതെല്ലാവർക്കുമുള്ള ഉത്തരവാദിത്തമായിട്ട്. അപ്പോൾ പിന്നെ ഉണ്ടല്ലോ, ഇതൊരു ഭാരമായിട്ട് തോന്നില്ല. എൻ്റെ അപ്പന് ബൈബിൾ വായിക്കാമെങ്കിൽ എനിക്കും വായിക്കാം. അതൊരു അവകാശമായിട്ട് പിള്ളേർ തിരിച്ചറിയും. ഇതൊരു ഭാരമാണെന്ന് അവർക്ക് തോന്നില്ല. അപ്പോൾ ഒന്നാമത് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുൻകൈ എടുക്കണം. 2, അപ്പൻ ബൈബിൾ വായിക്കണം കുരിശ് വരെ കഴിയുമ്പോൾ. അടുത്തത്, ഇനിയുള്ള ഞായറാഴ്ചകളിൽ പണ്ടത്തെ ഒരു ശീലം തിരിച്ചു പറയുകയാണ്. ഇനിയുള്ള ഞായറാഴ്ചകളിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് മുമ്പ് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, കുർബാന തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് അപ്പൻ പള്ളിക്കകത്ത് കാണണം. കുർബാന തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് അപ്പന്മാർ പള്ളിക്കകത്ത് കാണണം. അപ്പന്മാർ പള്ളിക്കകത്ത് കയറിയാൽ പിള്ളേർ കയറാതിരിക്കാൻ പറ്റില്ല.
ഈ പിള്ളേരെന്താ ഈ വൈകി വരുന്നത്, കുർബാനയ്ക്കിടയ്ക്ക് അലഞ്ഞു നടക്കുന്നത്? ഇത് അപ്പന്മാരെ കണ്ടതല്ല, അമ്മമാരെ കണ്ടതല്ല. ഏതമ്മയാണ് കുർബാനയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോകുന്നത്? ഏതമ്മയാണ് കുർബാനയ്ക്ക് മുമ്പ് വരാതെ വൈകി വരുന്നത്? അമ്മമാരൊക്കെ കറക്റ്റാന്നേ. ഇത് അപ്പന്മാരെ കണ്ട് പഠിച്ചതാണ് ഇങ്ങനെയായി പോകും നമ്മുടെ പിള്ളേരും. അപ്പൻ 5 മിനിറ്റ് മുമ്പ് പള്ളിക്കകത്ത് കയറുക. അടുത്ത കാര്യം, ഇനിയുള്ള ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുമ്പോൾ അപ്പൻ്റെ കയ്യിലൊരു സ്തോത്രക്കാഴ്ച തുക ഉണ്ടാകണം. അത് എത്ര ഇത് പിരിവൊന്നുമല്ല, എത്ര വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു സ്തോത്രക്കാഴ്ച തുക ഉണ്ടാകണം. അത് മാത്രം പോരാ, അപ്പൻ ഭാര്യയ്ക്ക്, അമ്മയ്ക്ക്, പിള്ളേരുടെ കയ്യിലേക്ക് ഒരു ചെറിയ സ്തോത്രക്കാഴ്ച തുക കൊടുത്ത് ഏൽപ്പിക്കണം. പണ്ടത്തെ നമ്മുടെ കുടുംബങ്ങളിലെ ശീലമായിരുന്നത്. ഞായറാഴ്ച രാവിലെ കുടുംബത്തിലെ കാർന്നോൻ എല്ലാവരുടെ കയ്യിലും കുറച്ച് കാശ് കൊടുത്തിട്ട് പള്ളിയിൽ സ്തോത്രക്കാഴ്ച ഇടണം, നേർച്ച ഇടണമെന്ന് പറഞ്ഞേൽപ്പിച്ച് വിട്ടിരുന്നത്. അതൊക്കെ അന്യം നിന്ന് പോവുകയാണ്. തിരിച്ചു പിടിക്കാം. അപ്പോൾ കുർബാനയുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ: 5 മിനിറ്റ് പള്ളിയിൽ കയറണം, സ്തോത്ര കാഴ്ച തുക ഏൽപ്പിക്കണം. ഒടുവിലത്തെ കാര്യം 2 കാര്യങ്ങളുണ്ട്. നോമ്പ് കാലത്തിൻ്റെ അവസാനം ഈ നോമ്പെടുത്തതിൻ്റെ ഭാഗമായിട്ട് കുടുംബം ഒരുമിച്ചൊരു കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ അപ്പൻ മുൻകൈ എടുക്കണം. 5ാമത്തെ കാര്യമാണ്, അപ്പൻ മുൻകൈ എടുക്കണം. നിങ്ങൾക്ക് അത് പറ്റും. ഈസ്റ്ററിനൊക്കെ ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു സാധുക്കൾക്ക് നിങ്ങളുടെ ഇത്ര ദിവസത്തെ പരിത്യാഗത്തിൻ്റെ മിച്ചമുണ്ടല്ലോ, ഇത്ര ദിവസം ഇറച്ചി മേടിച്ചില്ലല്ലോ, ഇത്ര ദിവസം മീൻ മേടിച്ചില്ലല്ലോ, ഇത്ര ദിവസം ഐസ്ക്രീമും ചോക്ലേറ്റും വേറെ എക്സ്ട്രാ ചിലവൊന്നും ഇല്ലായിരുന്നല്ലോ, ഒരു മിച്ചം കിട്ടിയില്ലേ കുറച്ച്? ആ മിച്ചം കിട്ടിയത് ലാഭമായിട്ട് വിചാരിക്കേണ്ട. ഏതെങ്കിലും സാധുക്കളിലേക്ക് അത് എത്തിക്കണം. അതൊരു പക്ഷേ നമ്മുടെ അയൽപക്കത്ത് തന്നെ കാണും ആരെങ്കിലും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇപ്പം ബസ് പിടിച്ച് പോകുന്നു വേണ്ട, നമ്മുടെ ചുറ്റുപാടും തന്നെ കാണും ആരെങ്കിലും അർഹതയുള്ളവർ. ഒരു സാധു കൊച്ചു കാണും, എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കുക. പണമായിട്ടൊരു നിർബന്ധമില്ല, അന്നമായിട്ടോ വസ്ത്രമായിട്ടോ പഠനോപകരണമായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു കാരുണ്യ പ്രവർത്തിക്ക് വീട്ടിലെ അപ്പൻ മുൻകൈ എടുക്കണം. ഒടുവിലത്തെ കാര്യം അപ്പന്മാരോട് പറയുന്നത്, നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ നാവിൽ ഈ കെട്ടവാക്ക് വന്നത് എവിടെ നിന്നറിയോ? നമ്മുടെ പിള്ളേരെ ഈ അസഭ്യ വാക്കൊക്കെ വിളിച്ചു തുടങ്ങിയത് ആരുടെ വായിൽ നിന്ന് കേട്ടാ? പലപ്പോഴും, എല്ലായിടത്തും അല്ല, പലപ്പോഴും ഇത് അപ്പന്മാരുടെ വായിൽ നിന്ന് കേട്ടതാണ്. ഈസ്റ്റർ വരെ എന്നെ കേൾക്കുന്ന ഒരപ്പൻ്റെ വായിൽ നിന്നും എത്ര ദേഷ്യം വന്നാലും, എത്ര സാഹചര്യം കൈവിട്ട് പോയാലും ഒരു കെട്ട വാക്ക് വീടരുത്, ഒരു അസഭ്യ വാക്ക് വീടരുത്. ഭയങ്കരമായി പോയെന്ന് എനിക്കറിയാം. എല്ലാം കൂടെ അച്ഛാ ഇതിപ്പോൾ ഞങ്ങൾ ഇന്ന് തന്നെ നന്നാക്കി കളയുമല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമുക്ക് നോമ്പുകാലത്ത് ഇതൊക്കെ പറ്റൂ. 6 കാര്യങ്ങളാണ് അപ്പന്മാരോട് ഞാൻ പറഞ്ഞേൽപ്പിച്ചത്. ഇത് പറഞ്ഞേൽപ്പിക്കാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പൻ എന്ത് ചെയ്യുന്നോ അത് പിള്ളേർ ചെയ്യും. അപ്പം പറയുന്നതൊന്നും പിള്ളേർ ചെയ്യാൻ പോകുന്നൊന്നുമില്ല. അതൊക്കെ വെറുതെ അഭിനയമാണ്. അപ്പൻ ചെയ്യുന്നത്, അപ്പൻ ജീവിക്കുന്ന ജീവിതം പിള്ളേരും ജീവിക്കും. അപ്പോൾ 6 കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അപ്പൻ വിളിക്കുക, സന്ധ്യാപ്രാർത്ഥനയുള്ള ബൈബിൾ വായന അപ്പനും വായിക്കണം, ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുമ്പോൾ 5 മിനിറ്റ് പള്ളിയിൽ കയറണം, സ്തോത്രക്കാഴ്ച കൊടുത്തു വരണം, ഒരു കാരുണ്യ പ്രവർത്തിക്ക് വേണ്ടി കുടുംബം ഒരുങ്ങണം. ആ കുടുംബം ഒരുങ്ങുമ്പോൾ അപ്പൻ വേണം മുമ്പിൽ നിൽക്കാൻ. ഇനിയുള്ള ദിവസങ്ങളിൽ നോമ്പ് തീരുന്നത് വരെ എങ്കിലും അപ്പന്മാരുടെ വായിൽ നിന്നൊരു അസഭ്യ വാക്ക്, ഒരു കെട്ട വാക്ക് വീഴാതിരിക്കണം. ഇത്രയും കാര്യങ്ങളെ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കാം. തീരുമാനങ്ങളെ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കാം. കർത്താവ് ബലം തരട്ടെ ഇത് പാലിക്കാൻ. ഈ വിചാരത്തോടെ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. ഇന്നു മുതൽ വീടുകളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കുടുംബനാഥന്മാർ മുൻകൈയെടുക്കുക. സന്ധ്യാപ്രാർത്ഥനയിൽ കുടുംബനാഥൻ ബൈബിൾ വായിക്കുക. ഞായറാഴ്ച കുർബാനകളിൽ കുർബാനയ്ക്ക് 5 മിനിറ്റ് മുൻപായി കുടുംബനാഥന്മാർ ദേവാലയത്തിൽ പ്രവേശിക്കുക. കുടുംബനാഥൻ പള്ളിയിൽ സ്തോത്രക്കാഴ്ചയിടുക. ഒപ്പം സ്തോത്രക്കാഴ്ചയിടാൻ വീട്ടിലുള്ളവരെയും പ്രോത്സാഹിപ്പിക്കുക. നോമ്പുകാലത്ത് കുടുംബനാഥന്റെ നേതൃത്വത്തിൽ കുടുംബം ഒന്നിച്ച് കാരുണ്യപ്രവൃത്തികൾ ചെയ്യുക. കുടുംബനാഥന്മാർ അസഭ്യവാക്കുകൾ പറയരുത്. തിരുമുൻപിൽ കാഴ്ചവെക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. തിരുമുൻപിൽ കാഴ്ചവെക്കുവാൻ എൻ്റെ
വച്ചിടുന്നു. ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ. ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ. സ്വർഗസുഖപീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവനേ, തേജസ്സിൻ്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെ താൻ താഴ്ത്തിയോനേ, സ്വർഗസുഖപീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവനേ, തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെ താൻ താഴ്ത്തിയോനേ. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, തേജസ്സിൻ്റെ പൂർണ്ണനായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, സ്തുതികൾക്ക് യോഗ്യനായി. തേജസ്സിൻ്റെ പൂർണ്ണനായി, സ്തുതികൾക്ക് യോഗ്യനായി. ഈശോയെ, പരിശുദ്ധനായവനെ, നിനക്ക് ആരാധന. കർത്താവേ, ഈ നിമിഷങ്ങളെ ഓർത്ത് നിനക്ക് നന്ദി പറയുന്നു. നിന്റെ തിരുമുമ്പാകെ ആരാധനയോടെ നിൽക്കാൻ ഭാഗ്യം ചെയ്തവരാണ് ഞങ്ങൾ. ഈ കൃപയുടെ നിമിഷങ്ങളിൽ തിരുമുമ്പാകെ ഞങ്ങളെ ഇങ്ങനെ നിർത്തുന്നതിനെ ഓർത്ത് കർത്താവേ, നിനക്ക് നന്ദി. ഈശോ, കാരുണ്യ വഴിയുടെ 19-ാം നാൾ പ്രാർത്ഥനയോടെ നിന്റെ ചാരത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് ധ്യാനിച്ച കാര്യങ്ങളെ ഞങ്ങൾ സമർപ്പിക്കട്ടെ. നിന്റെ കാൽവരി യാത്രയിൽ നിന്റെ കുരിശെടുത്ത ശിമയോൻ, കവറീൻകാരനായ ശിമയോൻ, അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ ശിമയോൻ, ഞങ്ങളിന്ന് തിരിച്ചറിഞ്ഞ വലിയ പാഠം, അപ്പൻ ശിമയോൻ കുരിശെടുത്തപ്പോൾ അലക്സാണ്ടറും റൂഫസും സുവിശേഷത്തിൻ്റെ വഴിയെ നടന്നു എന്ന പാഠം. പിന്നീട് ആ അപ്പൻ തന്നെയും മക്കളുടെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഈശോയെ, ഞങ്ങൾ കേട്ടത്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അപ്പന്മാർ പറഞ്ഞു കൊടുക്കുന്നത്, ചൊല്ലിക്കൊടുക്കുന്നത് മക്കൾ മറന്നു പോയേക്കാം. പക്ഷേ അപ്പൻ ജീവിക്കുന്ന ജീവിതം മക്കൾ ആവർത്തിക്കുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. ഈശോയെ, ഞങ്ങളുടെ എല്ലാ പിതാക്കന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലെ നാഥന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ അധ്വാനിക്കുന്നവരാണവർ. കുടുംബം പോറ്റാൻ കഠിനാധ്വാനം ചെയ്യുന്ന, കൃഷി ചെയ്യുന്ന, കച്ചവടത്തിലേർപ്പെട്ടിരിക്കുന്ന, വിവിധങ്ങളായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ കുടുംബനാഥന്മാരെ തിരുസന്നിധിയിൽ ഭരമേൽപ്പിക്കുന്നു. ഈശോയെ, നീ നൽകിയ മക്കൾക്ക് ജീവിതം കൊണ്ട് മാതൃകയാകുവാൻ അവരെ
നീ ഒരുക്കണമേ. കർത്താവേ, നീ തന്നെ പറയുന്നില്ലേ, നിന്റെ അപ്പ ചെയ്യുന്നതാണ് നീ ചെയ്യുന്നതെന്ന്. അപ്പ ചെയ്തതല്ലാതെ മറ്റൊന്നും നീ ചെയ്യുന്നില്ലെന്ന്. അപ്പ ചെയ്തതൊക്കെയും നീ അതുപോലെ ആവർത്തിക്കുമെന്ന് നീ പറഞ്ഞില്ലേ. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയാകുന്ന വിധത്തിൽ ഞങ്ങളുടെ പിതാക്കന്മാർ അവരുടെ ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തട്ടെ. കുട്ടികൾക്ക് ഈശോ നീ ദാനമായി നൽകിയ മക്കൾക്ക് ദുർമാതൃകയാകുന്നതൊന്നും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ജീവിതങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ. ഈശോ പാപചായ്വുകളെ, ദുശീലങ്ങളെ തിരുത്തി നീ വലിയ പ്രതീക്ഷയോടെ ഭരമേൽപ്പിച്ച കുഞ്ഞുങ്ങളെ വിശുദ്ധിയിലും വിശ്വാസത്തിലും വളർത്തുവാൻ തക്കവിധം ഒരു മാനസാന്തരം ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ഉണ്ടാകട്ടെ. കുടുംബങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ നിൽക്കുവാൻ, ദേവാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ താല്പര്യമെടുക്കുവാൻ, കാരുണ്യ പ്രവർത്തികളിൽ കുടുംബത്തെ ഒരുക്കി മുമ്പിൽ നിന്ന് ചെയ്യുവാൻ ഒക്കെയുള്ള കൃപാവരം ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നീ നൽകണമേ. ഈശോയെ, അപ്പന്മാർ നൽകിയ ദുർമാതൃക കൊണ്ട് വഴിതെറ്റിപ്പോയ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ അവരുടെ മുമ്പിൽ അപ്പൻ നടന്ന വഴി അവരും നടക്കാൻ തീരുമാനിച്ചപ്പോൾ ജീവിതമിടറിപ്പോയ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരുണയോടെ കുഞ്ഞുങ്ങളെ നോക്കണമേ. നിന്റെ കുരിശിലേക്ക്, നിന്റെ വഴിയിലേക്ക് നീ ഞങ്ങളുടെ മക്കളെ ആകർഷിക്കണമേ. ദൈവജനമേ, ഇന്നത്തെ ഈ ആരാധനയിൽ കർത്താവിൻ്റെ പക്കൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളെ, കുടുംബനാഥന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അപ്പൻ്റെ വിവിധങ്ങളായ ദുശീലങ്ങൾ മൂലം ക്ലേശിക്കുന്ന മക്കളെ സമർപ്പിക്കാം. ക്രമം തെറ്റുന്ന കുടുംബ സാഹചര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നെ അറിയട്ടെ. ഞങ്ങളുടെ പിതാക്കന്മാർ നിന്റെ സ്ലീവായുടെ വഴിയെ നടക്കട്ടെ. അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ തലമുറകൾ മറ്റെങ്ങോട്ടും മാറിപ്പോകാതെ കുരിശിൻ്റെ വഴിയെ നടക്കുമെന്ന് നിശ്ചയം. അതിനുള്ള കൃപയ്ക്കായി തിരുമുമ്പാകെ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി കരുണയ്ക്കായി നമുക്ക് കേണ് പ്രാർത്ഥിക്കാം. പിതാവേ കനിയണമേ, ആബാ 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 പിതാവേ കനിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയിൽ നിന്ന് പിറന്ന് പന്തിയൂസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട്
മരിച്ച അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ
ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ.
ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ
അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും
ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ പിതാക്കന്മാരെ ദിവ്യകാരുണ്യ ചുവട്ടിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട അപ്പന്മാരെ. കർത്താവെ, എന്തെങ്കിലും കുറവുകൾ അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ കരുണയോടെ പൊറുക്കണമേ എന്ന് അവർക്ക് വേണ്ടി തിരുസന്നിധിയിൽ യാചിക്കാം. ഒപ്പം ഏതെങ്കിലും കാരണത്താലെ ദേവാലയത്തിൽ നിന്നും കർത്താവെ നിന്നിൽ നിന്നും അകന്നു പോയ ഞങ്ങളുടെ പിതാക്കന്മാരെ പ്രത്യേകം സമർപ്പിക്കുന്നു. നിന്റെ കുരിശിലേക്ക്, സ്ലീവായിലേക്ക് നീ തന്നെ അവരെ ആകർഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാധിരാജാവായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ കർത്താധി കർത്താവായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാധിരാജാവായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ കർത്താധി കർത്താവായി. ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ.